ജർമ്മനിയിൽ MBBS പഠിക്കുക എന്നുള്ളത് ഒരുപാട് വിദ്യാർത്ഥികളുടെ വലിയ ഒരു സ്വപ്നമാണ്. ഒന്ന്, ജർമ്മനിയിൽ ഫ്രീ എഡ്യൂക്കേഷനാണ്, ഒരുപാട് സ്കോളർഷിപ്പ് അവസരങ്ങളുണ്ട്. മറ്റൊന്ന്, ജർമ്മനിയിൽ ഡോക്ടർമാർക്ക് നല്ല സാലറി സ്കീമാണ്. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ വിദ്യാർത്ഥികളെ ജർമ്മനിയിലേക്ക് ആകർഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ സ്കോളർഷിപ്പോട് കൂടി MBBSന് ജർമ്മനിയിൽ അഡ്മിഷൻ നേടുക എന്നാണ് പല വിദ്യാർത്ഥികൾക്കും അറിയാത്തത്. അതിനാദ്യം നമ്മൾ B2 ലെവൽ ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്യണം, ജർമ്മൻ ലാംഗ്വേജ്. അതിന് നമ്മൾ +1 മുതൽ തന്നെ ജർമ്മൻ ലാംഗ്വേജ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടി വരും. കാരണം +2 കഴിഞ്ഞ് നമ്മൾ B2 ലെവൽ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ +1 മുതൽ തന്നെ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കണം. അതോടൊപ്പം തന്നെ NMCയുടെ റൂൾ പ്രകാരം നമ്മൾ ഫോറിൻ കൺട്രീസിൽ പോയിട്ട് MBBS ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കണം പ്രോഗ്രാം. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള MBBS കോഴ്സിന് നമുക്ക് ജർമ്മനിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ IELTS അല്ലെങ്കിൽ TOEFL അതുകൂടി നമുക്ക് നിർബന്ധമാണ്. അതോടൊപ്പം ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് കോഴ്സിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ +2വിൽ 80% ചുരുങ്ങിയത് മാർക്ക് വേണം. അതിനുശേഷം നമ്മൾ നേരെ മെഡിസിൻ കോഴ്സിനല്ല ജർമ്മനിയിൽ നമ്മളെ അഡ്മിറ്റ് ചെയ്യുക. കാരണം ജർമ്മനിയിൽ സ്കൂളിംഗ് എന്ന് പറയുന്നത് 13 വർഷമാണ്, പക്ഷെ നമ്മളെ നാട്ടിൽ +2 വരെ 12 വർഷമാണ്. അപ്പോൾ അവിടെ നമ്മൾ സ്കൂളിംഗ് കോഴ്സ് 1 വർഷം കൂടി കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിനൊരു എൻട്രൻസ് ഉണ്ടാകും. ആ എൻട്രൻസിൽ നമ്മൾ ക്വാളിഫൈ ചെയ്താൽ 1 വർഷത്തെ സ്കൂളിംഗ് പ്രോഗ്രാമിലേക്കാണ് നമ്മൾക്ക് അഡ്മിഷൻ കിട്ടുക. അതിനുശേഷമാണ് മെഡിസിൻ കോഴ്സിനുള്ള ജർമ്മനിയുടെ എൻട്രൻസ് എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അതിൽ ക്വാളിഫൈ ചെയ്താലാണ് നമുക്ക് മെഡിസിനിൽ നമുക്ക് സീറ്റ് കൺഫേം ആകുക. ഇനി മെഡിസിനിൽ നമുക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ആണെങ്കിലും പെർ ഇയർ ഒരു €600 €600 നമ്മൾ പേ ചെയ്യേണ്ടതുണ്ട്, ചെറിയൊരു ചാർജ്. പക്ഷെ അതിന് പുറമെ ജർമ്മനിയിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അത് മറ്റു പല രാജ്യങ്ങളിലെയും കോസ്റ്റ് അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ ചാർജാണ്. നമുക്ക് ലിവിങ് കോസ്റ്റ് ഒരു വർഷത്തേക്ക് €7,000 മുതൽ €10,000 വരെ വരാം. അങ്ങനെ വരുമ്പോൾ ജർമ്മനിയിൽ നമ്മൾ 6 ഇയർ പ്രോഗ്രാം MBBS കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു 50 മുതൽ 60 ലക്ഷം വരെ രൂപ നമുക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ആണെങ്കിലും ലിവിങ് കോസ്റ്റും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് എക്സ്പെൻസ് വരും. ഇതാണ് ജർമ്മൻ MBBSൻ്റെ വളരെ അടിസ്ഥാനമായിട്ടുള്ള ചില വിവരങ്ങൾ. കൂടുതൽ അറിയാനും അതുപോലെ മറ്റ് എബ്രോഡ് MBBS സാധ്യതയുള്ള രാജ്യങ്ങളിലെ വിശദമായ വിവരങ്ങൾ അറിയാനൊക്കെ നിങ്ങൾക്ക് എന്നെ വിളിക്കാം.